ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് ഔട്ടിങ്ങിനാണ് പോയേക്കുന്നത്. നമ്മുടെ പാലാത്തറ ബൈപ്പാസ് റോഡിലുള്ള ഗുൽക്കണ്ട് കഴിക്കാനാണ് പോയത്. സംഭവം എന്താണെന്ന് നമുക്കറിയത്തില്ല. കേട്ടപാടെ നമ്മൾ എന്തായാലും കഴിച്ചേക്കാന്ന് കരുതി അവിടെ കയറി. ഏതായാലും ഒരെണ്ണത്തിന് ഓർഡർ കൊടുത്തു. കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാമെന്ന് കരുതി. അപ്പൊ ബട്ടറും പഴവും ഐസ്ക്രീമും റോസ് പെറ്റൽസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. എന്താണെന്നും അറിയത്തില്ലായിരുന്നു. ഏതായാലും കഴിച്ചു നോക്കിയപ്പോഴത്തേക്കിനും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഒക്കെ കഴിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഒരെണ്ണം ഓർഡർ ചെയ്തായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. റോസ് പെറ്റൽസിന്റെ മണമൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാനിത് വടിച്ചു നക്കി. ഞങ്ങൾ രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തത്. ഒരെണ്ണത്തിന് 100 രൂപയായിട്ടുള്ളൂ. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ നേരെ നമുക്ക് എന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാന്ന് കരുതി പോയത് നമ്മുടെ എസ്കോബാറിലേക്കാണ്. തൊട്ടടുത്തുള്ള എസ്കോബാർ. അപ്പൊ ആ ഒരു ഏരിയ ഫുള്ളും ഇങ്ങനെ ഈ റെസ്റ്റോറന്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമുക്ക് കഴിക്കേണ്ടിയവർക്കാണെങ്കിൽ ആ ഒരു ഏരിയയിൽ പോയ ഇഷ്ടംപോലെ ഫുഡ് അടിക്കുന്നവർക്കാണെങ്കിൽ കഴിക്കാം. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് കഴിക്കാൻ ഇറങ്ങിയതല്ലേ. അപ്പൊ ഒരു ഷവർമ പറഞ്ഞു. ഞങ്ങൾ ഷവർമ സംസാരിച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങ് കഴിച്ചു. അപ്പൊ കുഞ്ഞിക്കാ പറഞ്ഞത് ലോഡഡ് ഫ്രൈഡ്സിനാ. അപ്പൊ അത് കുറച്ച് സമയം എടുത്തു വരാനായിട്ട്. അത് റെഡിയാക്കി കിട്ടാൻ കുറച്ച് ടൈമൊക്കെ എടുത്തു. അപ്പം അത് അവൾ ഒറ്റയ്ക്ക് അത് കഴിച്ചു തീർന്നില്ല. അവസാനം ഞങ്ങൾ ഈ ഒരെണ്ണം പറഞ്ഞത് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ടാണ് അത് തീർന്നത്. അത്രയ്ക്ക് അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതും കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ടാറ്റാ ബൈ ബൈ, സി യു.